നമസ്കാരം. എൻ്റെ പേര് ജസീന്ത ഹാരിസൺ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വലിയതുറയിൽ ഹാരിസൻ്റെ വൈഫാണ്. ഞാൻ കേരളത്തിൽ നിന്ന് 2024 ജനുവരി 19 ഷാർജയിലോട്ട് വന്നു. 2024 ജനുവരിയിൽ വന്നുവെങ്കിലും ഫെബ്രുവരിയിൽ സ്കൂളിൽ പേസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ബസ് കണ്ടക്ടറായിട്ട് ജോലിയായി. മാർച്ച് 11 എൻ്റെ ബസ്സിൽ വന്ന കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് ക്ലാസ് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഗ്രൗണ്ടിൽ വെച്ച് കുഴങ്ങി വീണ് മരിച്ചു. അറ്റാക്ക് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറ്റാക്കാണ്. പക്ഷേ കോർട്ടിൽ വിധി വന്നപ്പോൾ ആ കുട്ടി കിടന്നത് എടുത്തുകൊണ്ട് പോയ കോട്ടയത്തുള്ള LB എന്ന് പറയുന്ന കുട്ടി 1-ാം പ്രതിയും എൻ്റെ ബസ്സിൽ വന്നതുകൊണ്ട് ഞാൻ 2-ാം പ്രതിയായി. അത് കാരണം ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഷുഗർ പേഷ്യൻ്റായിരുന്നു, ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് അയാൾക്ക് സ്ട്രോക്ക് വന്നു, 2 കിഡ്നി അടിച്ചു പോയി. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടീഷൻ തീരെ മോശമാണ്. 2025 സെപ്റ്റംബർ ആയപ്പോഴാണ് ആൾ സ്ട്രോക്ക് വന്ന് വീണത്. അതിനുശേഷം കിടപ്പിലാണ്. ഇപ്പോൾ 8-9 മാസമായിട്ട് ആൾ ഫുൾ കിടപ്പിലാണ്. എൻ്റെ മോളും മോനുമാണ് നോക്കുന്നത്. നമ്മളെ സഹായിക്കാൻ ഒരു പാർട്ടിക്കാരോ ഒരാളുമോ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരുമാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാമ്പത്തികമായിട്ട് സഹായിച്ച് ഒരു വിധം. എപ്പോഴും എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല. കഴിയുന്നത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തണം, എൻ്റെ ഹസ്ബൻഡിനെ കാണണം. ഞാനിപ്പോൾ ഷാർജ പേസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ അതേ സ്കൂളിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വിസ 2ാമത് അവർ പുതുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ് എങ്കിൽ വിസ പുതുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്കൂളുകാർ അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി പ്രോപ്പറായിട്ട് കൊച്ചു മരിച്ചതിൻ്റെ പിറ്റേന്ന് തൊട്ട് തന്നെ ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോർട്ടിൽ 2 പ്രാവശ്യം വിളിച്ച് ഓൺലൈൻ വഴി ജഡ്ജി നമ്മളതിൽ ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, നിങ്ങളാണ് ആ കുട്ടീനെ കൊന്നത്. നമ്മൾ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് നോ എന്ന്. ഇതല്ലാതെ വേറെ ഒന്നും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. കൊച്ചു മരിച്ചതിന് ശേഷം 2 ദിവസം സെപ്പറേറ്റ് ആയിട്ട് 2 പേരെയും വിളിച്ചുകൊണ്ട് പോയി ഒരു മലയാളി വക്കീലിനെ ഇരുത്തിയിട്ടാണ് നമ്മളതിൽ ക്വസ്റ്റ്യൻ അറബിയിൽ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് മലയാളി നമ്മളതിൽ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നതാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾ പറയുന്ന മലയാളമാണോ ഈ മലയാളി അറബി തർജ്ജിമ ചെയ്ത് തിരിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ കോർട്ടിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. 1-ാം പ്രതി ആ കൊച്ചു കിടന്നത് തൂക്കി എടുത്തിട്ട് പോയ LB എന്ന് പറയുന്ന ആ കുട്ടിയും 2-ാം പ്രതി എൻ്റെ ബസ്സിൽ വന്നതുകൊണ്ട് ഞാനും. ഇപ്പോൾ 2 വർഷമായിട്ട് നാടോ വീടോ എൻ്റെ കുടുംബമോ എൻ്റെ മക്കളെയോ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുക. ഇത്രയും നാൾ സ്കൂളുകാർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി. ഇപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിസ് കൊണ്ട് കിടപ്പിലാണ്, സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ ഹസ്ബൻഡിനെ ഒന്ന് നോക്കണമെന്നും കാണണമെന്നുണ്ട്, നാട്ടിലെത്തണമെന്നുണ്ട്. ആരെ വിളിച്ച് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ബന്ധുക്കളെല്ലാം പറയുന്നത് ഞാൻ കുടുംബം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് സുഖിച്ച് ജീവിക്കുവാന്ന്. എൻ്റെ സുഖജീവിതം എന്തെന്ന് എനിക്കറിയാം. 1600 രൂപ സാലറിയിൽ 600 രൂപ ബെഡ് സ്പേസും പോയിട്ട് ബാക്കി നുള്ളിപ്പറക്കി കിട്ടുന്നത് നാട്ടിലയച്ചു കൊടുക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിലെൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ട്രീറ്റ്മെൻറ്റിനോ ഫുഡിനോ ഒന്നുപോലും തികയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ വീഡിയോ എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് നാട്ടിലെത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഇവിടെയുള്ള മലയാളി അസോസിയേഷനിൽ ഞാൻ പോയി. അവർ പറഞ്ഞത് കോർട്ടിൽ കിടക്കുന്ന കേസിന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത്രയും വലിയ ഉപകാരം. 2 ലക്ഷം ദിറംസ്, നാട്ടിലെ 50 ലക്ഷം രൂപയാണ് ആ പേരൻസ് ബ്ലഡ് മണിയായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കോർട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 10,000 ദിറംസ് ഫൈൻ. അപ്പോൾ 2,10,000 ദിറംസ് ഞാനും ആ കുട്ടിയും കൊടുക്കണമെന്നാണ് വിധി തീർപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ സ്കൂളുകാർ 6 മാസം ആകുമ്പോൾ അപ്പീൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കിത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വീണ്ടും 6 മാസത്തേക്ക് ഇവർ അപ്പീൽ പോയാൽ എനിക്ക് എൻ്റെ നാടോ എൻ്റെ ഹസ്ബൻഡിനെയോ കാണാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം. മീഡിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇടുന്നു. മാക്സിമം എല്ലാവരും ഇത് എനിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തി എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കണ്ട് അയാളെ ശുശ്രൂഷിക്കാനുള്ളൊരു ഭാഗ്യം എല്ലാവരും നേടിത്തരണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു.